നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ വേദശാസ്ത്രപരമായ പഠനം റോമാലേഖനത്തിൽ അവസാനിച്ച ശേഷം ഇനി ധാർമ്മികമായ പ്രബോധനങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തീയ ധാർമ്മികതയെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് എല്ലാം കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യണമെന്നുള്ളതാണ്. സഭയിലുള്ള എല്ലാ ശുശ്രൂഷകളും കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ നന്മയുടെ അടിസ്ഥാനത്തിലല്ല, കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് 12:6 റോമാലേഖനം 12:6 പറയുന്നത്, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ പ്രവചനം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷ, ഉപദേശമെങ്കിൽ ഉപദേശം, പ്രബോധിപ്പിക്കുന്ന പ്രബോധനം, ദാനം ചെയ്യുന്നത്, കരുണ ചെയ്യുന്നത്, സ്നേഹിക്കുന്നത്, ഇതെല്ലാം ദൈവം നമുക്ക് നൽകുന്ന കൃപയിൽ ആധാരിതമാണ്. അതായത് ഒരു മാനുഷികമായ പ്രവർത്തനങ്ങളിലൂടെ അല്ല സഭ കർത്താവിനെ പ്രതിഫലിപ്പിക്കുന്നത്, ആത്മാവ് നൽകുന്ന ജീവനിലൂടെയാണ്. ഇത് വലിയൊരു ഡിഫറൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഇത് രണ്ട് ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് പോൾസ് ആണ്. ഒന്ന് ഹ്യൂമൻ വർക്കും, മറ്റൊന്ന് ദൈവത്തിന്റെ പ്രവൃത്തി. അപ്പൊ കൃപാദാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതിൽ നമുക്ക് പുകഴാനൊന്നുമില്ല. പൈസ എടുത്ത് കൊടുത്താലും നമുക്ക് പുകഴാനില്ല. കാരണം ദൈവം ആ കൃപാവരമാണത്. ആ കൃപാവരം ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ മേൽ കൂടുതൽ ഏൽപ്പിക്കപ്പെടുകയും കൂടെ ചെയ്യും. അപ്പോ അതൊരു കൃപാവരത്തിന്റെ ഭാഗമാണ്. ഉപദേഷ്ടാവിന് കൂടുതൽ കൃപ ലഭിക്കുന്നു, ഇടയന് കൂടുതൽ ദുർഘടന്മാരായ ആടുകളെ പരിപാലിക്കാനുള്ള കൃപ ലഭിക്കുന്നു. സാഹചര്യങ്ങൾ അനുസരിച്ച് ആ കൃപ വർദ്ധിക്കുന്ന പോലെ തന്നെ ദാനം ചെയ്യുന്നവർക്കും കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാത്തിനും അത് കൃപാവരങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്. കീപ്സ് ഓൺ ഇൻക്രീസിങ് ആസ് മച്ച് ആസ് യു പ്രാക്ടീസ് ഇറ്റ്. അപ്പൊ ദൈവം നമുക്ക് തരുന്ന കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സഭയിൽ എല്ലാം നടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിലായതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ എൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റുന്നത്, ഒന്ന്, അന്യോന്യം നമുക്ക് ബഹുമാനിക്കാൻ പറ്റും. അതിന്റെ കാരണം ചിലർ പ്രത്യേക ബഹുമാനങ്ങൾ അർഹിക്കുന്നില്ല ഒരു സഭയിൽ. എന്നാൽ മൂപ്പന്മാരാൽ നടത്തപ്പെടുന്ന സഭ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം, അവർ പറയുന്ന കേൾക്കണം. കാരണം അത് ആത്മാവിൽ ഉള്ള കാര്യങ്ങളായതുകൊണ്ട്. അല്ലാതെ അവരുടെ ബുദ്ധിക്ക് കീഴടങ്ങണമെന്ന് അർത്ഥമില്ല. ചേസ് ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുടെ ബുദ്ധിക്ക് നിങ്ങൾ കീഴടങ്ങേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറയുന്നവരല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. പക്ഷേ ഇടയന്മാരൊന്നിച്ചുള്ള ഒരു മൂപ്പന്മാരൊന്നിച്ചുള്ള ഒരു കൗൺസിൽ ഉണ്ട്. ഒരു കൗൺസിൽ എന്ന് പറഞ്ഞാൽ കൗൺസിലല്ല, അത് രണ്ടാണ്. കൗൺസിൽ എന്ന് പറയുന്നത് ഒരു 4-5 പേര് കൂടുന്ന ഒരു കൗൺസിൽ, ഒരു കമ്മിറ്റി എന്നൊക്കെയാണ് കൗൺസിൽ എന്നുള്ള വാക്കിന്. എന്നാൽ കൗൺസിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു അഡ്വൈസ് ആണ്, അതൊരു ഉപദേശമാണ്. കൗൺസിലിംഗ് എന്നുള്ള വാക്ക് അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ കൗൺസിൽ, ഒരു എൽഡേഴ്സ് കൗൺസിൽ, അവരുടെ ഒരു പെർസ്പെക്റ്റീവ്, അതിനോട് നമ്മൾ സബ്മിറ്റഡ് ആയിരിക്കണം. എങ്കിലേ ആ സഭയിൽ കർത്താവിൻ്റെ ആ വരങ്ങളുടെ ഓപ്പറേഷൻ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. പക്ഷെ അവരുടെ ബുദ്ധിക്ക് നമ്മൾ കീഴടങ്ങേണ്ട കാര്യമില്ല. അതായത് വചനത്തിന് വെളിയിലുള്ളൊരു കാര്യമാണ് അവർ അഭിപ്രായം പറയുന്നതെങ്കിൽ നമുക്കത് 100% എന്താ പറയുന്നത്, ഇൻഫാളിബിൾ അല്ല, വീഴ്ചകളുണ്ടാവും. ഓക്കെ, അപ്പം ഒരാളെയും ഒരു സഭയിൽ, ഒരു കൂട്ടായ്മയിൽ ഒരാളും ഒരു പ്രത്യേക ബഹുമാനം അർഹിക്കുന്നില്ല. കാരണം എല്ലാവരും ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങളെയാണ് നിറവേറ്റുന്നത് എന്നാണ് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദര പ്രീതിയിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ. ഒരു ഉപദേശിയും ഇടയനും പറയാൻ പാടില്ല, എന്നെ നിങ്ങൾ ബഹുമാനിക്കണം, ഞാൻ നിങ്ങളുടെ ഇടയനല്ലേ എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാകരുത്. അവൻ എല്ലാവരെയും ബഹുമാനിക്കാൻ വിളിക്കപ്പെട്ടവൻ. ബഹുമാനം കൊടുക്കുന്നവർക്ക് ബഹുമാനം ലഭിക്കുകയും ചെയ്യും. A human being with the Holy Spirit called by God are respectable, honorable. അത് ഓരോ അവയവവും അതിൻ്റെതായ ഓണർ അർഹിക്കുന്നു. സഹോദര പ്രീതിയിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ. അങ്ങനെ മുന്നിടുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ നന്മ ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മടുപ്പ് തോന്നുക എന്നുള്ളതാണ്. നന്മ ചെയ്യുന്നത് എല്ലാവർക്കും മടുപ്പ് തോന്നും. അത് കുറച്ച് താഴോട്ട് വരുമ്പോഴത് പറയുന്നുണ്ട്. ഈ ഓരോ പ്രാവശ്യവും നന്മ ചെയ്യുന്തോറും ഈ നന്മ ചെയ്യുന്നവർക്ക് തോന്നാവുന്ന ഒരു ഫീലിംഗ് ആണ് മടുപ്പ് എന്ന് പറയുന്നത്. കാരണം ഈ നന്മ കിട്ടുന്നവനൊന്നും
ഒരു നന്ദി ഇല്ല എന്ന് തോന്നുക, അല്ലെങ്കിൽ അവരാരും നമ്മളോടൊന്നും സ്നേഹമായിട്ടൊന്നും പെരുമാറുന്നില്ല, ഒരു താങ്ക് യു പോലും പറയുന്നില്ല. പിന്നെയും പിന്നെ എടുത്ത് കൊടുക്കാനൊരു മടുപ്പ് തോന്നും. ഞാൻ ഒരാൾക്ക് പൈസ കൊടുത്തു കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം വിളിച്ചു, എൻ്റെ ഫാസ്റ്ററെ ബ്രദറെ അന്ന് പൈസ തന്നാൽ നിങ്ങൾക്ക് ഭയങ്കര ഉപകാരമായി പോയി, എന്ത് നല്ല മനസ്സാണ് നിങ്ങളെന്ന് പറയണേ. എൻ്റെ നല്ല മനസ്സ് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഇനിയും കൊടുക്കാൻ തയ്യാറാകും. പക്ഷെ അവൻ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ മടുപ്പ് തോന്നും. എല്ലാ സൽപ്രവൃത്തിക്കാരുടെയും പ്രോബ്ലം ആണത്. അവരുടെ സൽപ്രവൃത്തി കൃപാവരങ്ങളാൽ ഉള്ളതല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരിക്കും. അത് കുറെ കഴിയുമ്പം അതിനോട് മടുക്കും, ക്ഷമിച്ചും മടുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ മടുത്തു, ക്ഷമിച്ചെന്ന് പറയത്തില്ല. അത് ആത്മാവിന്ന് വരാത്തോണ്ടാണ്. അങ്ങനെ ഓരോന്നിനും ആത്മാവിന്ന് വരാത്തതിനെല്ലാം താൽക്കാലികമായ ആയുസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന എല്ലാം സ്ഥിരതയെക്കുറിച്ചും കൂടെയാണ്. നമ്മൾ ആദ്യം വായിച്ച സഹോദര പ്രീതിയിൽ സ്ഥായിപ്പുണ്ട്. അത് ഇടയ്ക്ക് ഉലഞ്ഞു പോകാതെ സ്ഥായിപ്പുണ്ട്. ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ നമ്മൾ ഒരു മത്സരം ഉണ്ടാകുന്നത് നല്ലതാണ്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആണ്. നമുക്കൊരേ കാര്യം ചെയ്യുന്നതിന് ഈ കൃപാവരങ്ങളുടെ പലപ്പോഴും പ്രസംഗിച്ച് മടുക്കാറുണ്ട്. ഞാൻ പ്രസംഗിച്ച് മടുത്തിട്ടില്ല. ഞാൻ വിചാരിക്കും യുവന്മാരോടൊന്നും എന്ത് പറഞ്ഞിട്ടെന്ന കാര്യം, മടുത്തു പ്രസംഗിച്ച് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. നിങ്ങളോടൊന്നും പറഞ്ഞു ഞാൻ മടുത്തു. അത് ഈ സ്വയനീതി എന്ന് വരുന്നതുകൊണ്ടായി മടുക്കുന്നത്. ആ കൃപാവരമാണെങ്കിൽ കർത്താവ് തന്ന പറയുന്ന ഒരു എക്സൈറ്റ്മെന്റാ, അങ്ങനെ അത് വരുന്നത്. അപ്പോ നിങ്ങൾ അനുസരിക്കുന്നില്ലെന്നോ പറഞ്ഞുകൊണ്ടൊന്നും എനിക്ക് കരയേണ്ട കാര്യമില്ല. അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും ദൈവം തന്ന ശുശ്രൂഷ ദൈവം തരുന്നു, പറയുന്നു. ഞാൻ അനുസരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ബാധ്യത. അതാണ് എൻ്റെ ഏറ്റവും വലിയ ബർഡൻ. അപ്പൊ അത്രയേ ഉള്ളൂ ഈ കൃപാവരങ്ങളുടെ കാര്യത്തിൽ. പിന്നെ ഇടയനാണെങ്കിൽ ഇടയൻ ഓരോ ആത്മാവും എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വേവലാതിയും കൂടെ അതിൻ്റെ കൂടെ കൊടുക്കും. ഓക്കെ, ഇടയ ശുശ്രൂഷ അല്ലെങ്കിൽ അത്രയും വേവലാതി ഉണ്ടാവില്ല. പിന്നെ മാനുഷികമായിട്ടുള്ള വേവലാതികളൊക്കെ ഉണ്ടാവും. എങ്കിലും എല്ലാറ്റിൻ്റെയും പങ്ക് നമുക്കും ഉണ്ടല്ലോ. ഇപ്പൊ ഇടയൻ മാത്രമാണ്, വേറെ ആരും ഇടയന്മാരില്ല. ഉപദേഷ്ടാവ് മാത്രം ഉപദേശിക്കാവൂ, വേറെ ആരും ഉപദേശിക്കാൻ പാടില്ല. സുവിശേഷം മാത്രം സുവിശേഷം പറയാവൂ, വേറെ ആരും സുവിശേഷം പറയാൻ പാടില്ല. പ്രവാചകൻ മാത്രമേ പ്രവചിക്കാവൂ, അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണേലും പ്രവചനം വരാൻ പ്രവചിക്കാം, ആർക്ക് വേണേലും സുവിശേഷം പറയാം, ആർക്ക് വേണേലും ഒരാളെ പരിപാലിക്കാം, ആർക്ക് വേണേലും വചനം ഉപദേശിക്കാം. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടകലർന്ന് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ചിലർ പ്രത്യേകമായി അതിനായി നിയോഗിക്കപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. അവര് കൂടുതൽ അക്കാര്യത്തിൽ ദൈവാത്മാവിനാൽ എക്വിപ്ഡ് ആയിരിക്കും. ഓക്കെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. 2 തരത്തിലുള്ള എരിവുണ്ട്. ഈ ഒരു എരിവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ അത് നമ്മുടെ മതപരമായ എരിവാണ്. ഈ മതപരമായ എരിവാണ് നമ്മളിൽ കൂടുതലുള്ളത്. റിലീജിയസ് ഫെർവർ എന്ന് പറയുന്നത്, റിലീജിയസ് ഫെർവർ. ഈ മതപരമായ എരിവ് ആണ് മനുഷ്യരെ പല ഗ്രൂപ്പായിട്ട് കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുന്നത്. ഇന്നലെ ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഞാനൊരു പെന്തക്കോസുകാരനാണെന്ന് പറഞ്ഞൊന്ന് അഭിമാനിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. ഈ ഇസങ്ങളും ഗ്രൂപ്പുകളും എല്ലാം കളഞ്ഞിട്ട് ക്രിസ്ത്യാനി എന്നുള്ള ഒരൊറ്റ അഭിമാനം മാത്രമേ, ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ഒരൊറ്റ അഭിമാനവും ഒറ്റ ഐഡന്റിറ്റി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം മതപരമായ എരിവുകളാണ്. ഈ മതപരമായ എരിവുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സത്യം അറിയുന്നതിന് തടയാണ് ചെയ്യുന്നത്. സത്യം അറിയുന്നതിന് തടയാ. ഞങ്ങൾ പെന്തക്കോസുകാരിങ്ങനെയല്ല, ഞങ്ങൾ ബ്രദറുകാരിങ്ങനെയല്ല, ഇങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സത്യം അറിയുന്നതിൽ നിന്ന് അവരുടെ മതം തടയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കുണ്ടായിരിക്കേണ്ട യഥാർത്ഥ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു ഡിനോമിനേഷന്റെ അല്ല. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ എം എ ക്രിസ്ത്യൻ. ഞാൻ അവരോട് പറഞ്ഞു, പെന്തക്കോസ് ചേരുന്നതിന് 2 വർഷം മുമ്പ് രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, കാരണം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ വീണ്ടും ജനന അനുഭവം ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന്. അത് ബിക്കോസ് ഐ എം പ്രൈമർലി ഡ്രിവൺ ബൈ വാട്ട് ക്രൈസ്റ്റ് ഹാസ് ഗിവൺ മീ. അത് മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാവുള്ളൂ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ റിലീജിയസ് ഫെർവർ അല്ല ഈ എരിവ് എന്ന് പറയുന്നത്. ഈ എരിവ് ഞാൻ പെന്തക്കോസുകാരൻ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു മീറ്റിങ്ങിന് പോയപ്പോഴും, ഒരു ക്യാമ്പ് മീറ്റിംഗ് ആയിരുന്നു, ഒരു മിഷൻ ക്യാമ്പ്. അവിടെ പോയപ്പോൾ ഒരാൾ പ്രസംഗിക്കുന്നത് ഇങ്ങനെയാണ്, പെന്തക്കോസ്തുകാരനായിട്ട് മരിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൈവെക്കാൻ പറഞ്ഞു. ഞാൻ കൈ ഒന്നുകൂടെ അമർത്തി താഴെ വെച്ചു. കാരണം ചുറ്റുമുള്ളവരെല്ലാം കൈവെക്കുക. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ കൈവെക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് പെന്തക്കോസ്തുകാരനായിട്ട് മരിക്കാൻ താല്പര്യമില്ല, എനിക്ക് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കാനാണ് കുറച്ചുകൂടെ താല്പര്യം എന്ന് പറഞ്ഞു. ഓക്കെ,
അപ്പോൾ ഈ ഒരു ഐഡന്റിറ്റി, ആവശ്യമില്ലാത്ത ഐഡന്റിറ്റി അഭിമാനങ്ങൾ, ഡിനോമിനേഷണൽ അഭിമാനങ്ങൾ, ഞങ്ങളുടെ IPC-ക്കാരാണ്, ഞങ്ങളുടെ ബന്ധുക്കാരാണ്, ഇങ്ങനെയുള്ള ഡിനോമിനേഷണൽ അഭിമാനങ്ങൾ ക്രിസ്തുവിന് പകരം വിഗ്രഹങ്ങളെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കും. ആ വിഗ്രഹങ്ങൾ നമ്മളെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ നിന്ന് അകറ്റിക്കളയും. ക്രിസ്തുവിന്റെ ഏകാഗ്രതയിൽ നിന്ന്, ക്രിസ്തു എന്ന ഏകമണവാളനോട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന നിർമ്മല കന്യക ക്രിസ്തുവിനെ അല്ലാതെ വേറൊരു ഡിനോമിനേഷനെയും ധ്യാനിക്കേണ്ട കാര്യമില്ല. സഭയ്ക്കകത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് സഹോദരനോടുള്ള സ്നേഹമാണ്, സഭയോടുള്ള സ്നേഹമല്ല. ഓക്കെ, ആ സഹോദരന്മാരുടെ സംഘം എന്നുള്ള രീതിയിലാണ് ആ സഭയോട് നമുക്ക് ബഹുമാനമുള്ളത്. അതല്ലാതെ ഈ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, അതിനുണ്ടാകുന്ന അഭിമാനം ഇസ് ഇൻ വൺ വേ എ മൈനർ ഫോം ഓഫ് ഐഡലട്രി. ഓക്കെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി. അപ്പൊ ആത്മാവിന്റെ എരിവ് നമുക്ക് ഉത്സാഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആത്മാവിന്റെ എരിവ് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെ ആകാനുള്ള ഒരു ഉത്സാഹം നമ്മുടെ ഉള്ളിൽ തരുന്നത്. അവിടെ മടുപ്പില്ല, ആ എരിവ് കാരണമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ഒരു വ്യക്തിപരമായ എൻ്റെ ലൈഫിൽ ഈ ഡ്രൈവിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രൈവിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഡ്രൈവ് ചെയ്യാനല്ല, ഏതെങ്കിലും ആവശ്യത്തിന് പോവുകയാണെങ്കിൽ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇപ്പുറത്തിരുന്ന് ഉറങ്ങുള്ളൂ. എൻ്റെ ചോദ്യം, ഞാനതിനെ ചുമ്മാ ഇരുന്ന് ഉറങ്ങുന്ന ഒരു പ്രയോജനമില്ല. ഉറങ്ങുന്ന രാത്രി ഉറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിന്തിക്കാൻ പറ്റും, മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് മൈൻഡ് ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ അതിപ്പോൾ എത്ര കിലോമീറ്റർ ഓടിച്ചാലും ടയേർഡായി ഉറക്കം വന്നെന്നുള്ളതല്ലാതെ എനിക്കതിനകത്തൊരു മടുത്തു എന്ന് തോന്നാറില്ല. അല്ല, റോഡ് അത്ര മോശമായിരിക്കണം. അത് പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്. ആ ഉത്സാഹമൊന്നും ആത്മാവ് തരുന്നൊന്നുമല്ല. അത് നമ്മളുടെ സ്വാഭാവികമായ ജീവനിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ചില ശീലങ്ങളും ഇഷ്ടങ്ങളുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇവിടെ പറയുന്നത് മടുപ്പില്ലാതെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ആത്മാവിലൊരു ചൂട് വേണം. ആത്മാവിലൊരു ചൂടും കയറി കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്താൽ മടുക്കില്ല. പൈസ കൊടുത്താൽ മടുക്കില്ല, എന്താ പറയുന്നത്, പ്രസംഗിച്ചാൽ മടുക്കില്ല, ശുശ്രൂഷിച്ചാൽ മടുക്കില്ല. ഒരു ശുശ്രൂഷയിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കണമെങ്കിൽ അത് എവിടെ തീ പിടിക്കണം? അത് നമ്മുടെ മതപരമായ ചൂട് പിടിച്ചാൽ പോരാ, ആത്മാവിനകത്തൊരു ചൂട് പിടിക്കണം. എരിവുണ്ടാണ്, എരിയണം. ആ ആത്മാവ് എരിയുമ്പോഴാണ് നമുക്ക്, ഞാൻ ലോകത്തിലൊരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, ആ ആത്മാവ് എരിഞ്ഞു കഴിയുമ്പം നമുക്ക് മടുപ്പില്ലാതെ ആ കൃപാവരങ്ങളുടെ ശുശ്രൂഷയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ, ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും. ആരാണ് ഈ വിശുദ്ധന്മാരാരാ? ആശയിൽ സന്തോഷിപ്പിൻ. അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ ആകെ എന്ത് മാത്രമേ ഉള്ളൂ? ഇപ്പോൾ ഉള്ളതൊന്നുമില്ല. ഇപ്പോൾ ഉള്ളതിനായി ഇനി ആശിക്കുന്ന എന്തിന്? നാം കാണാത്തതിനായി കാത്തിരിക്കുന്നെങ്കിലോ, കാണാത്തതിനായി പ്രത്യാശിക്കുന്നെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് സന്തോഷിക്കാനുള്ള ആശ എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളാണ്. കാണുന്നതിനായി ഇനി എന്തിനാ ആശിക്കുന്നത്? നമ്മൾ കാണാത്തതിനായി പ്രത്യാശിക്കുന്നെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ക്ഷമയോടെയുള്ള ആ ഒരു കാത്തിരിപ്പാണ് നമ്മൾ എന്താ പറയുന്നത്, ഈ ആശയിലുള്ള സന്തോഷം. അപ്പൊ എൻ്റെ ആകെയുള്ള സന്തോഷം എന്ന് പറയുന്നത്, ആത്മാവിലുള്ള സന്തോഷം എന്ന് പറയുന്നത്, ഇതിനെല്ലാം അപ്പുറത്ത് കർത്താവിന്റെ തേജസ്സോടു കൂടി ഞാൻ ഉയർത്തെഴുന്നേറ്റ് ചെല്ലും എന്നുള്ള സന്തോഷം. അത് ആ സന്തോഷത്തിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതോ നമുക്ക് ഇവിടെ ജീവിക്കാൻ വേറെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കൂടെ വേണോ? നമ്മൾ ലൈഫ് രാവിലെ എഴുന്നേറ്റ് വൈകിട്ട് വരെ ഇങ്ങനെ ഓരോരോ കഷ്ടതയും പ്രയാസങ്ങളൊക്കെ ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ അവിടെ എല്ലാം ഈ കഷ്ടതയിലെല്ലാം നമ്മൾ ശരിക്കും സന്തോഷിക്കേണ്ട ആശ എന്ന് പറയുന്നത് നാളെ ഇത് ശരിയാവും എന്നുള്ള ആശയല്ല, തേജസിന്റെ പ്രത്യാശയിലാണ്. അതൊരു ഭയങ്കര ഡിസിപ്ലിനിങ് വർക്ക് കൂടിയാണ്. നമുക്ക് അങ്ങനെ ഒരു ലൈഫ് ഡിസിപ്ലിൻ, ഈ ലൈഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ എക്സ്റ്റേണൽ ഡിസിപ്ലിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുക്കളാണ്. നമ്മുടെ മനുഷ്യരങ്ങനെയാണ്.
രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കൃത്യമായ കാര്യങ്ങൾ ചെയ്ത് എല്ലാ ടൈം ടേബിൾ റെഡിയായി. ആ ഒരു ഡിസിപ്ലിനെ കുറിച്ചാണ് ആളുകൾ എപ്പോഴും കൺസേൺഡ് ആയിരിക്കുന്നത്. ആ ഡിസിപ്ലിൻ ആയിട്ടൊരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു അച്ചടക്കം, അതിനകത്തൊരു പങ്ക്ച്വാലിറ്റി, അതിനകത്ത് എന്താ പറയുന്നത്, ഒരു റെഗുലാരിറ്റി, ഇതൊക്കെ ആണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ചിന്തകളുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, ഡിസിപ്ലിൻഡ് തോട്ട്സ്, അത് പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഉണ്ടാവുള്ളൂ. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ചിന്ത രീതി, അതായത് എപ്പോഴും ഒരുപോലെ ചിന്തിക്കാൻ പറ്റുക, എപ്പോഴും സന്തോഷിക്കാൻ പറ്റുക, ഏത് സാഹചര്യത്തിലും മനുഷ്യരോട് ബഹുമാനത്തോടെ പെരുമാറും. അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്താലും ബഹുമാനത്തോടെ പെരുമാറും. അപ്പൊ ഇങ്ങനെ വരണമെങ്കിൽ പ്രത്യാശയുടെ ബേസിൽ മാത്രമേ വരൂ. അല്ലാതെ ബാക്കി എല്ലാ ഇമോഷൻസും മാറി മാറി വരുന്ന നമ്മുടെ ലോകത്തിലെ പ്രതീക്ഷകൾ നമ്മൾ വിചാരിക്കുന്നുള്ളൂ നടക്കണമെന്നില്ല. അപ്പോൾ ബാക്കിയെല്ലാം ഇങ്ങനെ മാറി മാറി വരും. എന്നാൽ പ്രത്യാശ മാത്രം ഇങ്ങനെ ഒരു ദുർഗമായി ഒരു എന്താ പറയുക, ആങ്കറായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ആ പ്രത്യാശയെ ബേസ് ചെയ്തൊരു ലൈഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യാശയെ ബേസ് ചെയ്ത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് വ്യത്യാസം ഉണ്ടാവും? നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവും. തോട്ട് ലൈഫിൽ ആ ഡിസിപ്ലിൻ വരണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പ്രത്യാശ നമുക്കൊരു നങ്കൂരമായിട്ട് എല്ലാ സമയത്തും വർക്ക് ചെയ്യണം. അങ്ങനെ പ്രത്യാശ വർക്ക് ചെയ്യും. ഇപ്പം പ്രത്യാശ എന്ന് പറയുന്ന ഒരു പോയിന്റ്, നമ്മളിങ്ങനെ നാളെ വരും എന്നുള്ള പ്രതീക്ഷ മാത്രമല്ല. പ്രത്യാശ എന്ന് പറയുന്നത് ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ജീവിതത്തിന്റെ ഒരു ഡിസിപ്ലിനിങ് കൂടെയാണ്. നമ്മൾ പഠനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ആളുകളെക്കുറിച്ച് ചിന്തിക്കുന്നതും സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനെല്ലാം ഒരു ഡിസിപ്ലിൻ ഉണ്ടാകുന്നു. അതിന്റെ കാരണം നമ്മൾ ഇവിടെ ഒന്നും കാണുന്നില്ല. നമ്മൾ കാണുന്ന ഇതിൻ്റെ എല്ലാം പ്രതിഫലമുള്ള ഒരു തേജസ് നമുക്കായി കാത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികൾക്കകത്തും ആ പ്രത്യാശ വിൽ സോബർ us ഡൗൺ ഓഫ് അവർ ഇമോഷൻസ്. നമ്മുടെ വികാര പ്രകടനങ്ങൾ നമ്മളെ സോബർ ഡൗൺ ചെയ്യാൻ ഈ പ്രത്യാശയ്ക്ക് പറ്റും. ഈ പറയുന്ന ഞാൻ അങ്ങനെ വലിയ ഡിസിപ്ലിൻഡ് തോട്ട്സ് ഉള്ള ആളൊന്നും അല്ല, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ചില സമയത്ത് ഇമോഷണൽ എന്താ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാൻ പലപ്പോഴും ദേഷ്യം വന്നിട്ടുണ്ട്, ദേഷ്യത്തോടെ സംസാരിച്ചിട്ടുണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ദിസ് ഓൾ പാർട്ട് ഓഫ് അവർ ക്രിസ്ത്യൻ ഗ്രോയിങ്. ഇതെല്ലാം നമ്മൾ വളർന്നു വരേണ്ട പാറ്റേണുകളാണ് അപ്പോസ്തലന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഡിസിപ്ലിൻ ഇൻ തോട്ട്സ്. ഇപ്പം ഞാനിത് പറയുമ്പോൾ ഇതിങ്ങനെ കൺഫസ് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം പണ്ടൊക്കെ ഞാൻ വളരെ പെട്ടെന്ന് അജിറ്റേറ്റഡ് ആവുന്ന ഒരാളായിരുന്നു. when I came to faith. എത്രയോ സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്, എത്രയോ ബഹളത്തിനകത്തോടെ പോയിട്ടുണ്ട്. തോട്ട്സിൽ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒക്കേഷൻ വളരെ വളരെ റെയർ ആണെങ്കിലും ഹാപ്പൻസ്. അപ്പോൾ ഞാൻ ആലോചിക്കും, ദൈവത്തിൻ്റെ കൃപയാണ്, കരുണയാൽ അതങ്ങനെ നമ്മൾ ആ ഒരു ഗ്രോത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകും. ഓരോ ദിവസവും പ്രത്യാശയെ നമുക്കൊരു ജീവിത ഭാഗമായി മാറുമ്പോൾ പതുക്കെ നമ്മുടെ തോട്ട് ലൈഫ് ഡിസിപ്ലിൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ നമ്മളോട് മോശമായിട്ട് അല്ലെങ്കിൽ അബ്യൂസീവായിട്ട് പെരുമാറുകയാണെങ്കിൽ, വെർബലി അബ്യൂസീവ് ആണെങ്കിൽ, നമുക്ക് പ്രത്യാശയിലോട്ട് ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ചിരിച്ചുകൊണ്ട് പോകാം. കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതാണെന്ന് നമുക്കറിയാം. ഇതിലപ്പുറവും നമ്മൾ ഇവിടെ സഹിക്കേണ്ടി വരുമെന്ന് നമുക്കറിയാം. വി ഡോണ്ട് ഹാവ് ടു റിയാക്ട്. പക്ഷെ നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം വിട്ടിട്ട് ഇവിടെ നമ്മൾ സെറ്റിൽമെന്റിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് മുഴുവൻ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ആ പഴയ ജഡം മുഴുവൻ എഴുന്നേറ്റ് നമ്മളെ സല്യൂട്ട് അടിച്ച് സപ്പോർട്ട് ചെയ്യും. കാരണം അവനതാ വേണ്ടത്. ഞാൻ പറയുന്നത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ കൺസിസ്റ്റൻസി ഇൻ തോട്ട്സ്, ഡിസിപ്ലിൻ ഇൻ തോട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. വി ആർ ഓൾ ഓൺ ദാറ്റ് ജേണി. അത് പലരും വേരിയിങ് ഡിഗ്രി ഓഫ് സക്സസ്. നമ്മളെല്ലാവരും ആ ഒരു യാത്രയിലായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ആ യാത്രയിലേക്ക് നമ്മൾ പോകേണ്ടതാണ്. കാരണം പ്രത്യാശയെ മുറുകെ പിടിക്കാതെ നമുക്ക് ക്രിസ്ത്യൻ ലൈഫ് ഡിസിപ്ലിനോടെ ജീവിക്കാൻ സാധിക്കില്ല. ഓക്കെ, അതല്ലാതെ ഇന്ന് പെന്തക്കോസ്ത് ചെയ്യുന്ന പോലെ സ്വർഗത്തിൽ പോകുമോ നീ എന്നുള്ളൊരു സംശയം എൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ I will never be disciplined in my run for sanctification. ഓക്കെ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, ആശയിൽ സന്തോഷിപ്പിൻ. ആശയിൽ സന്തോഷിച്ചാൽ കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കാനും പറ്റും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? റോമർ 5, കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ. കഷ്ടതയിൽ സഹിഷ്ണുത, ആശയിൽ സന്തോഷം. അത് തന്നെ പൗലോസിന്റെ ജനറൽ തീമാണ്. അത്
ഞങ്ങൾ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. താഴെ പറഞ്ഞു അല്ലെ, 5-ാം തീയതി പറഞ്ഞു, പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ ഞങ്ങൾ പ്രശംസിക്കുന്നു. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണു സിദ്ധതയും, സിദ്ധത പ്രത്യാശയുള്ളതാക്കും. പ്രത്യാശയിൽ സന്തോഷിച്ചാൽ അതിനർത്ഥം എന്താ? കഷ്ടതയിൽ നമുക്ക് സഹിഷ്ണുത കാണിക്കാൻ പറ്റും. കാരണം പ്രത്യാശയിലാണ് നമ്മുടെ സന്തോഷം. അപ്പൊ പിന്നെ കഷ്ടതയിൽ നമുക്ക് ധൈര്യമായിട്ടതിനെ നേരിടാൻ പറ്റും. കാരണം നമ്മുടെ സന്തോഷം പ്രത്യാശയിലാണ്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണി തൊട്ട് വൈകിട്ട് 9 മണി വരെ എല്ലാ ദിവസവും അല്ലേ. എനിക്കത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം കീപ്പിംഗ് ഓൺ പ്രേയിങ് കണ്ടിന്യൂസ്ലി, വരുന്നു പോകുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതെല്ലാം ദൈവം വളർത്തിയെടുത്തതാണ്. നമ്മൾ ഇത്ര നേരം വേണമെന്നൊന്നും നമ്മൾ ചിന്തിച്ചിരുന്നില്ല. അതങ്ങനെ ആളുകൾ കൂടി വരുന്നു, അങ്ങനെ അങ്ങ് കൂടി പോയതാണ്. ഓക്കെ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. ഈ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന് പറയുന്നത് ഈ 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ ചർച്ചിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് അല്ല. അത് ഉണ്ട്, പക്ഷെ അതല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ശരിക്കും ഫിസിക്കൽ ഡിസിപ്ലിനിങ്ങോടുകൂടി സെപ്പറേറ്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക്, അതിനെയാണ് നമ്മൾ പ്രൈവറ്റ് പ്രാർത്ഥനകൾ അല്ലെങ്കിൽ കളക്റ്റീവ് പ്രയറുകൾ നമുക്ക് പറയുന്നത്. എന്നാൽ ഒരു ഹോപ്പ് ലൈഫ്, പ്രത്യാശ ജീവിതം, നമ്മുടെ തോട്ട്സിനെ ഡിസിപ്ലിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രാർത്ഥന മനോഭാവം എല്ലാ സമയത്തും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമ്മൾ മാറും. അതായത് രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കുന്ന ഒരാളെന്നുള്ളതല്ല, അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ഓരോ സമയത്തും പ്രാർത്ഥനയിൽ, ആ പ്രാർത്ഥന എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഡിസിപ്ലിൻ ആയിട്ട് മാറുന്ന. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ചില മുഖങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അവരെ മാത്രമേ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുള്ളൂ. അപ്പം മനസ്സിൽ കർത്താവ്, ഇവർക്കിത് ഗ്രഹിക്കാൻ കഴിയണമേ, എനിക്കിത് ജീവിക്കാൻ കഴിയണമേ, ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ജീവനായി മാറണം. ഇതൊരു ഞെരക്കമായിട്ട് ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ചില കാര്യങ്ങൾ ആവർത്തിക്കുകയും ചില കാര്യങ്ങൾ നിങ്ങളുടെ കോൺവെർസേഷനായിട്ട് പറയുകയും ചില കാര്യങ്ങൾ എക്സാമ്പിൾ പറഞ്ഞാൽ കൊണ്ടുവന്നേക്കാവും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ പ്രേയറിൽ നിന്നാണ് അത് വരുന്നത്. ഒരു പ്രസംഗം തീർത്തിട്ട് പോവുക എന്നുള്ളതിനേക്കാളും ഇത് എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് അത് ഗ്രഹിക്കണം എന്നുള്ളൊരു പ്രേയർ ഈ ഉള്ളിൽ അതെപ്പോഴും ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, ചിലപ്പോഴൊക്കെ അങ്ങനെ വരുമ്പോഴാണ്. വിശദീകരിക്കാൻ വലിയ പ്രയാസമുള്ള കാര്യം അത്, ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇത് എങ്ങനെ പോകുന്നു എന്നുള്ളത്. ബട്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന് പറയുന്നത് ബിക്കംസ് അവർ കണ്ടിന്യൂസ് ഹാബിറ്റ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനകത്തൊരു പ്രാർത്ഥന നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ ഹിതം അന്വേഷിച്ചുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ വെളിപ്പാടിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. എന്താ ദൈവമേ ചെയ്യേണ്ടതെന്നുള്ള ഒരു ചോദ്യം നമ്മളറിയാതെ നമ്മുടെ ഉപബോധ മനസ്സ് ചോദിച്ചുകൊണ്ടേയിരിക്കും. സോ ദ പ്രേയിങ് ആറ്റിറ്റ്യൂഡ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് അവർ മൈൻഡ് ഡിസിപ്ലിൻ, ഈ തോട്ട് ഡിസിപ്ലിൻ, ഡിസിപ്ലിനിങ് ഓഫ് അവർ തോട്ട്സ്. ഓക്കെ, തമ്മിൽ ഐകമത്യമുള്ളവരായി സന്തോഷ്. ഓക്കെ, കുറച്ച് മുമ്പോട്ട് പോയി. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. ഈ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ നമ്മൾ സഹായിക്കുക എന്നല്ല പറയുന്നത്, കൂട്ടായ്മ കാണിക്കാനാണ്. സഹായിക്കുന്നതും കൂട്ടായ്മ കാണിക്കുന്നതും രണ്ടും രണ്ടാണ്. സഹായിക്കാൻ നമുക്ക് ഒരു ഹാൻഡ് മതി, കൂട്ടായ്മയ്ക്ക് ഒരു ഹൃദയം വേണം, അല്ലെ? സഹായിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് മണി ട്രാൻസ്ഫർ ചെയ്താൽ മതി, അതിന് 2 മിനിറ്റ് ടൈം മതി. പക്ഷെ കൂട്ടായ്മ എന്ന് പറയുന്നത് അത് കുറച്ച് സമയമെടുക്കും, നമ്മൾ മുഴുവൻ അതിന് വേണം. അപ്പോൾ ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നതല്ല കൂട്ടായ്മ. കൂട്ടായ്മ എന്ന് പറയുന്നത് ആളുടെ കൂടെ നമ്മൾ ഹൃദയം കൊണ്ട് എത്തുക എന്നുള്ളതാണ്. ആളെ എമ്പതറ്റിക് ആയിട്ട് കാണാൻ പറ്റുന്ന കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത. കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എമ്പതിയാണ്. എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ഈ വിശ്വാസികൾക്ക് എമ്പതി കാണിക്കാനുള്ള കഴിവ് അവർ സ്വയനീതിയിൽ ഊന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ഉണ്ടാവില്ല. സെൽഫ് റൈച്ചസ്നെസ്സിൽ ഊന്നുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് വന്നാൽ പിന്നെ ഈ എമ്പതി കാണിക്കാൻ പറ്റില്ല. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പതി അല്ല എമ്പതി. സിമ്പതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരാളെ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു, അവൻ എന്തെങ്കിലും സഹായിച്ചേക്കൊന്നു, സിമ്പതി. എമ്പതി എന്ന് പറയുന്നത് അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എങ്ങനെ ഇത് നേരിട്ടേനെ എന്നുള്ളൊരു വിഷമമാണ്. ഞാനതിപ്പോഴും ആലോചിക്കുന്ന അമ്മായിമ്മ മരുമകൾ
ഇക്വേഷൻസിലാണ്. അമ്മായിമ്മ മരുമകൾ ഇക്വേഷൻസ് ലോകത്തിൽ ഏതാണ്ട് ഒരു 70 to 80% പോക്കാണ്, കഷ്ടതയിലാണ്. അപ്പോൾ ഈ അമ്മായിമ്മ മരുമകളുടെ ഷൂസിലോട്ട് കയറി നിന്നിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊരു മരുമകളായി വീട്ടിൽ വന്നപ്പോൾ ഞാൻ എന്താണ് ആഗ്രഹിച്ചത്, എനിക്ക് എന്താണ് കിട്ടിയത്? എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന ഈ മകൾ എന്താണ് ആലോചിക്കുന്നത്? അതേ ആലോചന എൻ്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കണം? കുറച്ചു നേരത്തേക്ക് മരുമകളുടെ ചെരുപ്പിട്ട് നോക്കണം. എന്നിട്ട് നിൽക്കണം, ഞാനാണ് ഈ മരുമകളെങ്കിൽ ഞാൻ എന്ത് പ്രതീക്ഷിക്കും? ഒരു പുതിയ വീട്ടിലേക്ക് വന്ന് കയറുന്നു, പുതിയ വീട്ടിലെ മര്യാദകളൊന്നും അറിയില്ല. ഈ ഇവിടുത്തെ ആൾക്കാർ കടുവകളാണോ ആടുകളാണോ എന്നൊന്നും അറിയില്ല. ഭർത്താവിൻ്റെ സ്വഭാവം പോലും അറിയില്ല മിക്കവാറും ഈ അറേഞ്ച്ഡ് മാരേജസിൽ, ഒന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരാൾ, ഇന്നിപ്പോൾ പകയ്ക്കലൊന്നുമില്ല, എന്നാൽ പോലും ബലഹീനയായി നിൽക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ കൂടി എന്താണ് പോകുന്നതെന്ന് ഈ അമ്മായിയമ്മ കുറച്ചു നേരം ആ ചെരുപ്പിട്ടിട്ട് നിൽക്കണം, ആലോചിക്കണം. ഈ വീട് എങ്ങനെയാണ് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു മരുമകൾ എങ്ങനെ ചിന്തിക്കും? ഇതിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോരുത്തരെ കുറിച്ചും ചിന്തിക്കണം. കഞ്ചാവ് അടിച്ച് റോട്ടിൽ കൂടെ കിടക്കുന്ന ഒരുത്തനെ ആണേ പോലും ഒരു നിമിഷം ഞാനായിരുന്നു അവനെ പോലെ അകപ്പെട്ടു പോയിരുന്നെങ്കിൽ എൻ്റെ ബ്രെയിൻ എങ്ങനെയായി പോയനെ, എൻ്റെ ചിന്തകളും സ്വഭാവം എങ്ങനെയായി പോയനെ. ഇതിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. എമ്പതി എന്ന് പറയുന്നത് വേറൊരാളുടെ ഇമോഷൻസിലേക്കും അവൻ്റെ ഷൂസിലേക്കും നമ്മൾ കയറി നിന്നിട്ട് ഒന്ന് ആലോചിക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ പാപികളെ കുറിച്ച് അങ്ങനെ ആലോചിക്കാൻ നമുക്ക് സാധിക്കുമോ? കർത്താവ് അങ്ങനെയായിരുന്നു. ഹി ഹാഡ് എംപതറ്റിക് ലവ് ടു ഓൾ ഓഫ് us. നമ്മളുടെ എല്ലാം അവൻ ഉണ്ടായിരുന്നത്. എന്നെ അവൻ അകം പുറം അറിയാമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എൻ്റെ പൊസിഷനിൽ ജീവിച്ചു, പാവമില്ലാതെ. എൻ്റെ സ്ഥാനത്ത് പാവമില്ലാതെ ജീവിച്ചാണ്. അപ്പം ഞാൻ എവിടെയാണ് വീഴുന്നതെന്നുള്ള കൃത്യം നോട്ട് കർത്താവിനുണ്ട്. എൻ്റെ ക്യാരക്ടറിനകം അവൻ അറിയാം. അവൻ എൻ്റെ ഷൂസിൽ കയറി നിന്നിട്ടുണ്ട്, എൻ്റെ പ്രലോഭനങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹി ക്യാൻ ഷോ എമ്പതി ടു മീ. ഈ എമ്പതിയാണ് നമ്മൾ ഓരോ സഹോദരങ്ങളോടും കാണിക്കേണ്ടത്. അപ്പോൾ ഈ എമ്പതിയാണ് കൂട്ടായ്മയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ. സന്തോഷിക്കുന്നവർ അതുകൊണ്ട് എന്ത് സംഭവിക്കും? കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. അതിഥി സൽക്കാരത്തെക്കുറിച്ചും ഈ ക്രിസ്തീയ ഉപദേശം ഈസ് ഡിഫറെന്റ്. നമുക്ക് അതിഥി സൽക്കാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല അതിഥികളെ നമ്മൾ നല്ലപോലെ ബഹുമാനിക്കും. ഇപ്പോൾ സഭയിലെ ശുശ്രൂഷ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചായ ഇട്ട് കൊടുക്കാൻ ഉത്സാഹമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ ഈ അതിഥി സൽക്കാരം കൂടുതൽ ആചരിക്കുന്നത്. എന്നാൽ ഈ ബൈബിളിൽ പറയുന്ന അതിഥി സൽക്കാരം അതൊന്നുമല്ല. ബൈബിളിൽ പറയുന്ന അതിഥി സൽക്കാരം എന്ന് പറയുന്നത് ആരാതൊന്നും അറിയത്തില്ല. അവർ ഈ നടയാത്രയിൽ വന്ന് കയറുകയാണ്. അന്ന് കാൽനട യാത്ര, ദൂരയാത്രകൾ ചെയ്തു വന്നിട്ട് കയറുകയാണ്. അപ്പൊ അവരെ സൽക്കരിക്കുന്നത് ക്രിസ്തു എന്ന പോലെ എമ്പതറ്റിക്കലി സൽക്കരിക്കുക എന്ന് പറയുന്നതാണ്. അപ്പം ഞാനിങ്ങനെ പണ്ട് ചോദിക്കുമായിരുന്നു, ഒരു അതിഥി നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ കൊടുക്കുന്ന ആഹാരം എന്തിനു കൊള്ളാമെന്ന് പറയുകയും നിങ്ങളോട് തർക്കുത്തരം പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിഥി സൽക്കാരം ചെയ്യാൻ തോന്നുമോ? ഇറങ്ങി പോടാ എൻ്റെ വീട്ടിൽ എന്ന് പറയല്ലേ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഫീലിംഗ് എന്താ? ഇത് എൻ്റെ വീട്, എൻ്റെ കിച്ചൺ, ഞാൻ കുക്ക് ചെയ്തുണ്ടാക്കിയത്, എൻ്റെ ഔദാര്യത്തിന് കയറി ഇരുന്ന് കഴിച്ചിട്ട് അവൻ പറയുന്ന കേട്ടില്ലേ എന്നുള്ളതാണ്. ഇത് സ്വയനീതിയാണോ? ഇത് സ്വയനീതിയല്ലേ? ഇനി അടുത്തത്, ഈ മനുഷ്യൻ ഇങ്ങനെ വന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവിൻ്റെ കിച്ചൺ, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ ബലം, കർത്താവിൻ്റെ വീട്, ഞാനൊരു ശുശ്രൂഷക്കാരൻ, ഈ ശുശ്രൂഷക്കാരനായി ഞാൻ വേണ്ട പോലെ ശുശ്രൂഷിച്ചില്ലേ എന്ന് ചിന്തിക്കുന്നതോ? അത് വേറെ അല്ലേ? അപ്പൊ ഈ നമ്മുടെ തോട്ട്സ് എങ്ങനെയാ വരുന്നത്? പ്രത്യാശയിലാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നെങ്കിൽ തോട്ട്സ് ഇങ്ങനെ വരുള്ളൂ. വലിയ പാടാണ്. ഈ ഒരു ലൈഫിലോട്ട് പ്രവേശിക്കുക എന്ന് പറയുന്നതാണ് ജീവന്റെ ഒഴുക്ക് എന്ന് പറയുന്നത്. അതായത് ഈ ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിലൂടെ പ്രവഹിക്കുന്ന ആ ഒരു ബ്രേക്കിംഗ് പോയിന്റ് നമ്മൾ ആ പ്രത്യാശയിൽ മുറുകെ പിടിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. ഒരു വിശദീകരണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നു. ഓക്കെ, ഈ അതിഥി സൽക്കാരമൊക്കെ ഭയങ്കരമായി ടയറിങ് ആയിട്ടുള്ള പരിപാടിയാണ്. അതായത് നമ്മളെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, നന്ദിയോടെ നന്നായിരുന്നു സിസ്റ്ററെ ഫുഡൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നവർക്ക് വേണ്ടി എത്ര കുക്ക് ചെയ്യാനും നമുക്ക് എന്തോരം ചെയ്തു കൊടുക്കാനും മടി ഉണ്ടാവില്ല.
കാരണം അതിനകത്ത് നമ്മുടെ ജഡം പുകഴുന്നുണ്ട്. ഈ ജഡം പുകഴുന്നിടത്ത് നമുക്ക് എന്ത് പണിയും ചെയ്യാം. നമുക്ക് ചില ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ എന്ത് വേണമെങ്കിലും അവർ ചെയ്തു തരും, ആണായാലും പെണ്ണായാലും. അതായത് ഫുഡിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളിങ്ങനെ പുകഴ്ത്തി പറഞ്ഞ് അവരെ കൊണ്ട് എന്തും സാധിപ്പിക്കാവുന്നതായ ആൾക്കാരുണ്ട്. കാരണം അവരിങ്ങനെ നോക്കിയിരിക്കും ആരെങ്കിലും പൊക്കി പറയാൻ വേണ്ടി. അപ്പൊ ഈ സെൽഫ് റൈറ്റസ്നെസ്സിനകത്ത് നിന്നാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിഥി സൽക്കാരം എന്ന് പറയുന്നത് എപ്പോഴും എളുപ്പമല്ല. അത് ഭയങ്കര കട്ടിയുള്ള കാര്യമാകാം. അതും കൃപാവരത്തോടെ ചെയ്യുമ്പോൾ ആ കട്ടി നമുക്ക് ലഘുവായിട്ട് മാറും. ഓക്കെ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. ഇതൊക്കെ ഇന്നത്തെ ശുശ്രൂഷകരോട് സ്റ്റേജിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടു. അവരുടെ ശുശ്രൂഷകർ പറഞ്ഞു, നീ ഒന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല. ആരോടാണ്, ഞാൻ മറന്നുപോയത് ആരോടാണ്. ഇത് യൂണിവേഴ്സിറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഒന്നും ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആൾക്കാരെ ശപിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് പല സ്ഥലത്തും. അതൊരു അഭിമാനത്തോടെ ആൾക്കാർ പറയുന്നത്, എൻ്റെ പവർ എന്താ പറയുക, ഞാൻ ദൈവത്തിന്റെ അഭിഷിക്തൻ, എനിക്കെതിരെ അവൻ സംസാരിച്ചാൽ അവനെ ദൈവം വെറുതെ വിടില്ല. ഓക്കെ, നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോട്, ഇതാണ് എമ്പതി എന്ന് പറയുന്നത്. ശരിക്കും ഒരാൾ സന്തോഷിക്കും. ഇപ്പൊ അടുത്ത വീട്ടുകാരൻ ഒരു നല്ല കാർ വാങ്ങിച്ചു, അപ്പൊ ഞാനാണ് അവനെന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷിക്കും. എമ്പതി. എന്നാലും അവൻ എവിടെ നിന്ന് ഒപ്പിച്ച് ഇത്രയും പൈസ എന്ന് ചിന്തിക്കരുത്. അതുപോലെ അടുത്ത വീട്ടിൽ അവൻ കരയുമ്പം നമ്മൾ അവന്റെ കൂടെ, ഇതാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ ഇമോഷൻസിലൂടെ നമ്മൾ ഇപ്പോഴും കടന്നു പോകുന്നു. എങ്ങനെയാ സാധിക്കുക അല്ലേ? നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് വായിച്ചു പോകുന്നു. പക്ഷെ ഇതൊരു ധർമ്മോപദേശമായിട്ട് വായിക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നുമെങ്കിലും ഇതിന്റെ പുറകിലുള്ള പഥ്യോപദേശവും കൂടെ അതിനെ കണക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതെല്ലാം നമ്മുടെ ജഡത്തിന് വായിക്കാൻ പറ്റുന്നതിന് മുകളിലുള്ള നീതിയുടെ തലങ്ങളായിട്ടാണ് നമുക്ക് വെളിപ്പെട്ട് വരുന്നത്. അപ്പൊ പഥ്യോപദേശമായിട്ട് കണക്ട് ചെയ്യാതെ നമ്മൾ ഇത് വായിച്ചുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. ഓക്കെ, അപ്പൊ പഥ്യോപദേശവും കൂടെ ചേർത്ത് നമ്മൾ ഇത് വായിക്കുമ്പോൾ ഈ ധർമ്മോപദേശങ്ങളെല്ലാം വളരെ കട്ടിയായിട്ട് നമുക്ക് അനുഭവപ്പെടും. തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. ഈ സഭകളുടെ ഏറ്റവും വലിയ അപകടം ബുദ്ധിയുള്ള മനുഷ്യരാണ്. ബുദ്ധി ലോകപരിചയം അപകടമാണ്. അല്ലെങ്കിൽ ബുദ്ധിയോടെ അവർ മരിക്കണം. ബുദ്ധിപരമായ ഒരു അഡ്വൈസും ആത്മീകമായിരിക്കില്ല. നിങ്ങൾ വേണേൽ ഒരു 5 ബുദ്ധിപരമായ അഡ്വൈസ് എടുത്ത് നോക്ക്, അത് 5ഉം ആത്മീകമായിരിക്കില്ല. കാരണം മനുഷ്യബുദ്ധി ദൈവത്തോടുള്ള ഒരു റിബല്യനാണ്. അതുകൊണ്ട് ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്, അവർക്ക് കൂടുതൽ ബഹുമാനമോ വലിപ്പമോ കൊടുക്കരുത്. കാരണം കൃപാവരങ്ങളാൽ മാത്രമേ ഒരു സഭ നടക്കാവൂ. ഒരു മനുഷ്യന്റെ ബുദ്ധിയല്ല ഒരു സഭ എന്ന് പറയും. ഓക്കെ, തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. എളിയവരോട് ചേർന്നുള്ള പറഞ്ഞ എന്താ? ഇപ്പം നമ്മള് എളിയവരെന്ന് വിചാരിക്കുന്ന ആളുകൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ കൂടുതൽ അവർ നമ്മളെ ബഹുമാനിക്കുന്നതായിട്ട് തോന്നും. കാരണം ഈ വലിപ്പ ചെറുപ്പം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഈ കൾച്ചറിന്റെ ഭാഗമാണ്. അതുകൊണ്ടും കൂടിയാണത്. ഇപ്പോൾ നമ്മൾ ഇത്തിരി എളിയ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ കൂടുതൽ ബഹുമാനം കാണിക്കുന്നതായിട്ട് തോന്നുന്നതാണ്. കാരണം അവരുടെ ഉള്ളിലും ഈ ലോകപരമായ വലിമയെ അവര് കൂടുതൽ മഹത്വത്തോടെ കാണുന്നതുകൊണ്ട് കൂടിയാണ്. ഓക്കെ, അപ്പോൾ എളിയവരോട് ചേർന്നോളാൻ പറഞ്ഞ എന്താ അർത്ഥം? എളിയവന്റെ കൂടെ പോയിരുന്നാൽ നമ്മൾ അവനെ പോലെ ആട്ടെ കാണാവൂ. അതിന് ചേരുക എന്ന് പറയുന്നത്. എളിയവരെങ്ങനെ വിസിറ്റ് ചെയ്ത് അവരുടെ ബഹുമാനം വാങ്ങിക്കുക എന്നുള്ളതല്ല. അവരോട് ചേർന്ന് ആഹാരം കഴിച്ച്, അവരുടെ ടോയ്ലറ്റ് ഉപയോഗിച്ച്, അവരുടെ കിച്ചണിൽ വേണമെങ്കിൽ കയറി സഹോദരിമാരെ ചെയ്യുന്നെങ്കിൽ അങ്ങനെ അവരുടെ കൂടെ ചേർന്നോളാനാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബി വൺ എമംഗ് ദം. നമ്മുടെ സഭയിലെ ഏറ്റവും എളിയവരുടെ കൂടെ ഒന്നായിക്കോളാനാണ്. ഇതെല്ലാം വലിപ്പം നമ്മുടെ കുറയ്ക്കാൻ വേണ്ടിയാണ്. നമുക്ക് വലിപ്പം ഉണ്ടെന്ന് തോന്നി വരുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയാണ്.
അല്ലെങ്കിൽ നമുക്ക് എല്ലാവരോടും ഒരുപോലെ എമ്പതി കാണിക്കാൻ സാധിക്കും. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാവോളം സകല മനുഷ്യരോടും സമാധാനത്തോടെ ഇരിപ്പിൻ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് തന്നെയാണ്. അടുത്ത വാക്യമാണ് പ്രശ്നം. അടുത്ത 2 വാക്യങ്ങൾ പ്രശ്നമാണ്, ശരിക്കും പ്രശ്നമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിനിടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്നാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുഞ്ഞിക്കുമെന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തിനാ ഈ വെള്ളം കൊടുക്കുന്നത്? ശത്രുവിന് എന്തിനാ വെള്ളം കൊടുക്കുന്നത്, ആഹാരം കൊടുക്കുന്നത്? അവന്റെ തലയിൽ കുറച്ച് തീക്കനൽ കോരിയിട്ട് അവന് ദൈവം പ്രതികാരം അവനോട് ചെയ്യാൻ വേണ്ടി. ഒബ്വിയസ്ലി അത് ഒരു തിയോളജിക്കൽ ഫാക്റ്റാണ്. തിയോളജിക്കൽ മാത്രമല്ല, അതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റും കൂടിയാണ്. ഒരു മനുഷ്യൻ നമ്മളെ ഉപദ്രവിക്കുന്ന ആളെന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിട്ട് ആ മനുഷ്യരോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം, അത് അവനെ തകർത്ത് കളയുന്ന ഒരു സാധനമാണ്. അത് ആ സ്നേഹം, കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ അത് പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ട് വിഷമിച്ച് തിരിച്ചു വന്നു. അവർക്ക് ആ സ്നേഹം മനസ്സിലായില്ല. അവർക്ക് സ്നേഹം മനസ്സിലാവേണ്ട കാര്യമില്ല. അവരുടെ തലയ്ക്കകത്ത് ഒരു കിലോ കനൽ വാരിയിടാനത് മതി. പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരെ അങ്ങോട്ട് പോയി ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനും സ്നേഹിക്കാനും പറ്റുന്നത് അവരുടെ തലയിൽ കുറച്ച് തീക്കനൽ കോരിയിടുന്ന പോലെയാണ്. അപ്പൊ ദൈവം പ്രതികാരം ചെയ്യും. ഈ പ്രതികാരം എന്ന് പറയുന്നത് പല രീതിയിലാണ് കർത്താവ് ചെയ്യുന്നത്. ഒന്ന്, നമ്മളെ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് കളിയാക്കുന്നവനെ അങ്ങനെ തന്നെ ആക്കിയാൽ അതിനേക്കാൾ വലിയ പ്രതികാരം ഇല്ലല്ലോ. ശരിയല്ലേ? അതായത് എൻ്റെ ദാരിദ്ര്യത്തെ കളിയാക്കിയവനെ ദരിദ്രനാക്കിയാൽ നമുക്ക് അവനെ കളിയാക്കാലോ, അല്ലേ? ഞാൻ പഴയ ലോകത്തിന് ഒരു എക്സാമ്പിൾ എടുത്താണ്. അതുപോലെ എന്നെ വിശ്വാസി ഇതേ ബൈബിൾ പിടിച്ചുകൊണ്ട് നടക്കുന്നു പറഞ്ഞവനെ അങ്ങനെ ആക്കിയാൽ പോരെ? അതൊരു നല്ല സൂപ്പർ പ്രതികാരമല്ലേ? അപ്പൊ അങ്ങനെ പറഞ്ഞവൻ ദാ ബൈബിളായിട്ട് നടക്കുന്നു. അപ്പൊ അത് വലിയൊരു അപ്പൊ നമുക്ക് എല്ലാവർക്കും പറയണ്ടോ, എന്നെ ബൈബിളിൽ പിടിച്ചുകൊണ്ട് വന്നോടണമെന്ന് പറഞ്ഞവനല്ലേ മകനെ നീ ഇപ്പൊ വന്ന കണ്ടോ, നമുക്ക് സന്തോഷമായിട്ട് പറയാം. അപ്പൊ നമ്മൾ ഈ കാര്യം പറയുമ്പം ശരിക്കും അവന്റെ തലയിൽ തീക്കനലാണ് വീണത്. അപ്പൊ ദൈവത്തിന് അങ്ങനെ വേണമെങ്കിലും പ്രതികാരം ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിത്യന്യായവിധി നാളിൽ ദൈവം അവനെ കൈകാര്യം ചെയ്തോളും. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മളോട് ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കരുണ കാണിക്കുക. അത് കർത്താവ് അവനോട് 2 വർത്താനം പറയണ്ട, അത് ഞാൻ പറഞ്ഞോളാം. നീ കരുണ കാണിച്ചോ, കരുണ മാത്രം കാണിച്ചോ. അവനെ ഇങ്ങനെ വിട്ടാൽ അവനെ നീ വിട്ടേക്ക്, ഞാൻ പിടിച്ചോളാം. കർത്താവ് എനിക്ക് അവനെ വിടാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ സഭ ഇങ്ങനെ, നീ വിട്, നിന്റെ കയ്യങ്ങെടുത്തേക്ക്, ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇതാണ് ഈ മെസ്സേജ്. അപ്പം നമ്മൾ ഒരിടത്തും പോയി ഒന്നും നന്നാക്കേണ്ട കാര്യമില്ല. മുന്നറിയിപ്പ് കൊടുക്കേണ്ടവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക, അവരെ പിന്നെ സ്നേഹിക്കുക. ഓക്കെ, അൺലെസ് ദേ ക്രോസ് സർട്ടൻ ബൗണ്ടറീസ് which would affect the testimony of the church. നമ്മൾ അവർക്ക് അങ്ങേയറ്റം വ്യക്തിപരമായി കരുണ തന്നെ കാണിച്ചുകൊണ്ടിരിക്കണം. ചെയ്യാനുള്ളതെല്ലാം ദൈവം ചെയ്തോളും. ദൈവത്തിന്റെ ജൂറിസ്ഡിക്ഷനിലേക്ക് നമ്മൾ കിടക്കേണ്ട കാര്യമില്ല. തീക്കനൽ കുഞ്ഞിക്കുക എന്ന് പറയുന്നത് നശിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അവന്റെ തീക്കനൽ എന്താ ചെയ്യുന്നത്? തലയെ ചുട്ടുപഴിപ്പിക്കുമെന്നാണ്. തലയെ ചൂടാക്കും. അവന്റെ ഉള്ളിൽ ഒരു കനൽ വീണതുപോലെ ആവും. അത് തീർച്ചയായിട്ടും അവനെ രക്ഷപ്പെടുത്താൻ ഒരു വള്ളിയായിരിക്കും, ഒരു പിടിവള്ളി ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നതിന്റെ മോറൽ പ്രസന്റേഷൻ, ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ഒരാളുടെ ലൈഫ് എങ്ങനെയായിരിക്കണം, മോറലി എങ്ങനെയായിരിക്കണം, അവന്റെ സോഷ്യൽ കോണ്ടാക്ട് എങ്ങനെയായിരിക്കണം എന്ന് കാണിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ ശത്രുവിനോടുള്ള മനോഭാവം ഉൾപ്പെടെ സകല മനുഷ്യരോടുമുള്ള സമാധാനം, അത് ഏത് ജാതിയിൽപ്പെട്ട ആളുകളായാലും അവരോടെല്ലാം, മതത്തിൽപ്പെട്ട ആൾക്കാരായാലും പാർട്ടിയിൽപ്പെട്ട ആൾക്കാരായാലും അവരോടെല്ലാം സമാധാനം. ഈ സമാധാനം
എന്താ പറയുന്നത്, അവരുടെ ഹൃദയത്തിൽ ദൈവം കൊടുക്കുന്ന സമാധാനമല്ല, നമ്മൾ നമ്മുടെ ജീവനാൽ അവർക്ക് കൊടുക്കുന്ന സമാധാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി അവസാനം പറയുന്നത്, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. അപ്പൊ ശരിക്കും ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ടാൽ തിരിച്ച് ദേഷ്യപ്പെടുമ്പോഴാണ് ഞാൻ തോക്കുന്നത്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് സാത്താൻ അവനെ കൊണ്ട് എന്നെ ചൂട് പിടിപ്പിക്കുന്നത്. ചൂട് പിടിക്കുമ്പോൾ ഞാൻ തോക്കുന്നത് എങ്ങനെയാ? തിരിച്ചു വർത്താനം പറയാൻ പറ്റില്ല. തിരിച്ചു വർത്താനം പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ജയിച്ചു എന്നാണ്. പക്ഷെ ശരിക്കും തോക്കുക ചെയ്തത്. കാരണം തിന്മ കൊണ്ട് ഒരിക്കലും തിന്മയെ ജയിക്കാൻ പറ്റില്ല. രണ്ട് തിന്മകളും കൂടെ കൂടി വലിയൊരു തിന്മ മാത്രം ഉണ്ടാകുന്നു. ഇപ്പൊ നമ്മൾ -5 പോയൊരു സാധനത്തെ ഒരു -5 കൊണ്ട് നന്നാക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ -10 ആക്കാനേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അവനെ അത് ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ അവനെ +5 5 മുമ്പോട്ട് വലിക്കണം. 5 സ്റ്റെപ്പ് പുറകോട്ട് പോയ ഒരുത്തനെ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ മോറൽ ലൈഫിൽ ഞാനും 5 അടി പുറകോട്ട് പോയിട്ട് അവനെ നന്നാക്കാൻ പറ്റില്ല. അവനെയും കൊണ്ട് 5 അടി മുമ്പോട്ട് തുടങ്ങി. തിന്മ കൊണ്ട് ഒരിക്കലും തിന്മ ജയിക്കാൻ പറ്റില്ല. ഡബിൾ തിന്മ ഉണ്ടാവുകയുള്ളൂ. തിന്മയെ ഇരട്ടിയാക്കാൻ മാത്രമേ തിന്മയോടെയുള്ള ഒരു പ്രതികരണത്തിന് കഴിയുള്ളൂ. എന്നാൽ നന്മ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ തിന്മയെ ന്യൂട്രലൈസ് ചെയ്യാൻ, അതിനെ നിർവീര്യമാക്കാൻ ഈ നന്മയ്ക്ക് സാധിക്കും. അപ്പോൾ ഇതൊരു മനുഷ്യനെ കുറിച്ചുള്ള ഒരു യൂണിവേഴ്സൽ ടീച്ചിങ് ആണ്. നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ബൈബിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ബൈബിൾ എപ്പോഴും യൂണിവേഴ്സൽ ടീച്ചിങ്സ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഏത് സമൂഹത്തിലും എപ്പോഴും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടീച്ചിങ്, സോഷ്യൽ ലിവിങ്ങിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടീച്ചിങ്സ് ആണ് ബൈബിളുള്ളത്, ഏത് കാലഘട്ടത്തിലും. അപ്പോൾ തിന്മ കൊണ്ട് തിന്മയെ ജയിക്കാൻ ഒരിക്കലും സാധിക്കില്ല. ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ ഭർത്താവ് തിരിച്ച് അതേ 4 വാക്ക് പറഞ്ഞാൽ ഒരിക്കലും അത് ജയിക്കാൻ പോകുന്നില്ല. ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ഭാര്യ തിരിച്ചടിച്ചാലും ഒന്നും ജയിക്കാൻ പോകുന്നില്ല. ജയിക്കണമെങ്കിൽ നന്മ കൊണ്ട് മാത്രമേ ജയിക്കാൻ പറ്റൂ. നന്മ കൊണ്ട് മാത്രമേ മനുഷ്യരെ നേടാൻ പറ്റുള്ളൂ. ആർഗ്യുമെന്റ് കൊണ്ട് നേടാൻ ആരെയും നേടാൻ പറ്റത്തില്ല. വാശി കൊണ്ട് ഒരാളെ പോലും നേടാൻ പറ്റത്തില്ല, നന്നാക്കാനും പറ്റില്ല. നമ്മൾ എത്ര വാശി എടുത്താൽ ആളുകൾ നന്നാവുകയില്ല. നന്മ കൊണ്ട് മാത്രമേ നന്നാകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ ഒരു സംക്ഷേപം. നമുക്കിതെല്ലാം ഈ ഒരു ലൈഫിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണെന്നറിയോ? അത് 12-ന്റെ 1-2 വായിക്കാൻ മനസ്സിലാവും. നമ്മുടെ ശരീരത്തിന്റെ പ്രവണതകൾ മരിക്കുകയും ആത്മാവിലേക്ക് നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുകയും ചെയ്താൽ മാത്രമേ ഈ വക കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ മാനുഷികമായ ബുദ്ധി കൊണ്ട് ഇത് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. വി നീഡ് ടു ബി വർഷിപ്പിംഗ്. അപ്പോൾ ഇതെല്ലാം എന്തിനെക്കുറിച്ചാണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം നമ്മൾ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന പല പാറ്റേൺസ് ആണ്. വർഷിപ്പിംഗ് വിത്ത് അവർ ബോഡി, വർഷിപ്പിംഗ് വിത്ത് അവർ ലൈഫ്. അപ്പോൾ വർഷിപ്പിംഗ് വിത്ത് അവർ ലൈഫ് എന്നുള്ളൊരു ടൈറ്റിൽ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ സ്നേഹിതന്മാരോടും സഹോദരങ്ങളോടും ശത്രുക്കളോടും ഇടപെടുന്ന എല്ലാ ഇടപെടലുകളും, എല്ലാ സാഹചര്യങ്ങളും ദൈവത്തെ ആരാധിക്കുന്ന പോലെയാണ്. ഉദാഹരണത്തിന്, ഒരാൾ എന്നോട് ചീത്ത പറയുവാണെങ്കിൽ ഞാൻ തിരിച്ച് അവനെ സ്നേഹിക്കുന്നത് ദൈവത്തോടുള്ള ആരാധനയാണ്. ദൈവത്തോട് ഞാൻ പറയണം, കർത്താവ് എൻ്റെ ഉള്ളിൽ സമാധാനം തന്ന നീ എത്രയോ വലിയവൻ, എനിക്ക് രക്ഷ തന്ന നീ എത്രയോ വലിയവൻ, കർത്താവെ നിന്റെ വലിപ്പത്തെ ഞാൻ നമസ്കരിക്കുന്നു, ഓർക്കുന്നു, നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുഖത്തോട്ട് നോക്കി. അപ്പോൾ വർഷിപ്പ് ആൻഡ് ഹോളി ലൈഫ് ആർ കണക്റ്റഡ്. ഗ്ലോറി, ഹോപ്പിംഗ് ഓൺ ടു ദ ബ്ലെസ്സഡ് ഹോപ്പ്, അത് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ കാരണമാണ്. അതുപോലെ വർഷിപ്പ് എന്ന് പറയുന്നത് ട്രൂ വർഷിപ്പ് നമ്മളെ പാപത്തിൽ നിന്നാണ് ലിബറേറ്റ് ചെയ്യുന്നത്. കാരണം അവിടെ ദൈവത്തിന് മഹത്വം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെല്ലാം വളരെ നിസ്സാരമായിട്ട് നമുക്ക് മാറും. അപ്പോൾ ട്രൂ വർഷിപ്പ് എന്ന് പറയുന്നത് ഈ എളിയവരോട് ചേർന്ന് കൊള്ളുന്നതും, കാരണം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടല്ല, എളിയവരോട് ചേർന്ന് കൊള്ളുന്നതും അതിഥികളെ സൽക്കരിക്കുന്ന എല്ലാം വർഷിപ്പാണ്. കർത്താവെ നീ എന്നെ വർത്തിയായി കണ്ടതിനായിട്ട് സ്തോത്രം. കൂട്ടായ്മ കാണിക്കുന്നതും തിന്മ കൊണ്ടല്ലാതെ നന്മ കൊണ്ട് തിന്മയെ ജയിക്കുന്ന എല്ലാം ദൈവത്തോടുള്ള വർഷിപ്പാണ്. കർത്താവെ നീ എന്നോട് കാണിച്ച നന്മ ഞാൻ ഓർക്കുന്നു എന്ന് കർത്താവിനോട് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തലത്തിലേക്കുള്ള ആത്മീക വർഷിപ്പ്, സ്പിരിച്വൽ വർഷിപ്പ്, ആൻ ആക്ട് ഓഫ് സ്പിരിച്വൽ വർഷിപ്പ്, ഇത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് കാരണമാണ്. ഇപ്പൊ ട്രൂ ക്രിസ്ത്യൻ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ വർഷിപ്പാണ്. വർഷിപ്പിംഗ് നോട്ട് 2 hours ഇൻ എ ചർച്ച്, അതൊരു ഹെഡിങ് മാത്രമാണ് നമ്മുടെ ലൈഫ്. ആ ലേഖനങ്ങൾ അതിന്റെ പിന്നാലെ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്ന് പോയി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് മാറണം. ഇനി അടുത്ത അധ്യായങ്ങളിൽ 13-ാം അധ്യായങ്ങൾ തൊട്ട് പറയുമ്പോൾ
ശരിക്കും റെവല്യൂഷണറി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ റോമാലേഖനത്തിൽ ഇനി വരാനുണ്ട്. 14, 15, 16 അധ്യായങ്ങളിൽ. അതായത് മതം എന്ന് പറയുന്നതിന് നിർവീര്യതയെക്കുറിച്ചും പ്രയോജനമില്ലായ്മയെക്കുറിച്ചുമാണ് ഇനി അടുത്തുള്ള വാക്യങ്ങളിൽ പറയുന്നത്, അടുത്തുള്ള അധ്യായങ്ങളിൽ പറയുന്നത്. വി ഡോണ്ട് നീഡ് എനി റിലീജിയൻ. ക്രിസ്ത്യാനിക്ക് മതമില്ല. ഇന്ന് കാണുന്ന എല്ലാ മതങ്ങളാണ് ക്രിസ്ത്യാനിയുടെ പേരിലും ക്രിസ്തുവിന്റെ പേരിലും. പക്ഷെ ശരിക്കും മതമില്ലാത്തൊരു ക്രിസ്ത്യാനിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പെർഫെക്റ്റ് ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി. ഇനി അങ്ങോട്ട് അങ്ങനെയാ വരുന്നത്. എന്തുകൊണ്ടാണ് ബൈബിളിൽ അനേകം കൽപ്പനകളും നിബന്ധനകളും ഇല്ലാത്തത്, ശുദ്ധീകരണ നിയമങ്ങളില്ലാത്തത്, ആഹാര നിയമങ്ങൾ, വസ്ത്രധാരണ നിയമങ്ങൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഈ വക കാര്യങ്ങൾക്ക് ബൈബിൾ യാതൊരുവിധ ഇമ്പോർട്ടൻസും കൊടുക്കാത്തത്? നമ്മുടെ ഡെയിലി പല്ല് തേക്കുക, കാപ്പി, ഇങ്ങനെയുള്ള ലൈഫിൽ എന്തുകൊണ്ടാണ് ബൈബിൾ ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് മോമെന്റ് ബൈ മോമെന്റ് ആചാരപരമായ കറക്ഷൻസ്, വിവാഹം കഴിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എഴുതാത്തത്? ഞായറാഴ്ച കൂടി വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് പറയാത്തത്? എന്തുകൊണ്ടാണ് ഒരു മതം നമുക്കില്ലാത്തത്? അത് മതമില്ലാന്ന് പറയാൻ കാരണം നമുക്ക് യാതൊരുവിധ ഇൻസ്ട്രക്ഷൻസും, മതപരമായ ഇൻസ്ട്രക്ഷൻസും പുതിയ നിയമം തന്നിട്ടില്ല. സ്നാനം എന്ന ഒരൊറ്റ കാര്യം ഒഴിച്ച് വേറെ യാതൊരു ഇൻസ്ട്രക്ഷൻസും, അപ്പം നുറുക്കൽ അല്ല ഇങ്ങനെയുള്ള, അതല്ലാതെ ലൈഫിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ദർ ഇസ് നോ ഇൻസ്ട്രക്ഷൻ. എല്ലാ ഇൻസ്ട്രക്ഷനും ആത്മാവിൽ നിന്ന് വരുന്ന ജീവനെ കുറിച്ച് മാത്രമാണ്. അതല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കണോ, നിങ്ങൾ പറ, ഇരുന്ന് പ്രാർത്ഥിക്കണോ, നിന്ന് പ്രാർത്ഥിക്കണോ, കിടന്ന് പ്രാർത്ഥിക്കണോ, മുട്ടയെന്ന് പ്രാർത്ഥിക്കണോ, കൈ പൊക്കിയെന്ന് പ്രാർത്ഥിക്കണോ? നിയമങ്ങളില്ല. അങ്ങനെ നിയമങ്ങളില്ലാത്ത ഒരേ ഒരു കൈ കൂപ്പണോ, കൈ ഇങ്ങനെ ഫ്രണ്ടിൽ വെക്കണോ, എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് പറയാമോ? അറിയത്തില്ല. എത്ര നേരം അങ്ങനെ നിൽക്കണം? അറിയത്തില്ല. ഒന്നും അറിയില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നോ ഇൻസ്ട്രക്ഷൻ, നോ റിലീജിയൻ. റിലീജിയൻ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ കണ്ടുപിടിക്കും, ഇങ്ങനെ ചെയ്യും, നീ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞ റിലീജിയൻ ഉണ്ടാക്കും. ഇഫ് യു റിമൂവ് ദ റിലീജിയൻ, ഒൺലി ലൈഫ് റിമെയിൻസ്. ആ ലൈഫാണ് ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അറിയണം. അന്ത്യകാലത്ത് ഒത്തിരി പേര് മതങ്ങളാൽ പിടിക്കപ്പെടുമ്പം മതമില്ലാതെ വിശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിന്റെ ഫെയ്ത്ത് എന്താണെന്ന്, കൂട്ടായ്മ എന്താണെന്നും, മതമില്ലാത്ത സഭകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം സഭയ്ക്ക് മതമില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും. ഒരു മതവും ഇല്ലാതെ ഒരു സഭയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവ കാര്യങ്ങളിൽ ദൈവം കൂടുതൽ പ്രകാശനം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ചിന്തിക്കാം. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.